ഇവിടെ തന്നെ പാപ്പുച്ചി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതെന്തൊക്കെയാ ഉണ്ടായെന്ന് പറയട്ടെ. വെണ്ട ഉണ്ടായിട്ടുണ്ട് നമ്മളെ വീട്ടില്. കുഞ്ഞു വെണ്ട ഉണ്ടായിട്ടുണ്ട്, ബീൻസ് ഉണ്ടായിട്ടുണ്ട്, തക്കാളി ഉണ്ടായിട്ടുണ്ട് അല്ലേ കുഞ്ഞു? തക്കാളി ടൊമാറ്റോ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആമിക്കുട്ടി തന്നെ അവളുടെ യൂണിഫോം ഒക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നാളെ അവൾക്ക് എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള. അപ്പം ഇവിടെ ഇതാ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അയണൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആശാന്റെ പരിപാടി എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ അവളിത് അവിടെ റൂമിൽ വിൻഡോ ഒക്കെ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഇതേപോലെ അവളുടെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം. അതിൻ്റെ ഇടയിൽ അതെ ഇവിടെ എന്താണെന്നറിയോ, ഇത് ഞങ്ങള് ഫുൾ ഡ്രസ്സുകളാണ്. ഇന്ന് ഈ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആമിക്ക് പെട്ടെന്നൊരു കാര്യം തോന്നി, ഇത് മൊത്തം ഞാൻ തന്നെ ക്ലീൻ ചെയ്യല്. മൊത്തം ക്ലീൻ ചെയ്യൽ ആമി തന്നെയാണ് കേട്ടോ. പിന്നെ അവളുടെ അലമാരയിലുള്ള കംപ്ലീറ്റ് ഡ്രസ്സ് ഇതാ താഴെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ അവൾ മടക്കാണ്. അപ്പം ഞാനത് അവിടെ ബുക്കൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അവളോട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം. അവള് രാവിലെ പഠിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ആമിക്ക് നോമ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് പാപ്പ ഇവിടെ ഫോണിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ആമീൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അബ്ബയ്ക്ക് താഴെ ക്ലാസ്സാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ മേലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാനിനി ആമീനോട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ വേണ്ടി പോവാം. അപ്പോഴേക്കിനും ആമി കുറച്ചൊക്കെ മടക്കി വെച്ചിട്ട് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ അവളിത് ഇതേപോലെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടാട്ടോ വെക്കുന്നുള്ള. അതിൽ പൊടി ഉണ്ടോടാ? അത് മറ്റേ മെഷീനിലിടുന്ന ചില തുണികളിൽ പൊടി ഉണ്ടാവും കേട്ടോ. വെള്ളി വീഴുന്ന ഇടയ്ക്ക്. അങ്ങനെ തെറ്റ് വരുന്നതിന് പറയുമല്ലോ. അപ്പോൾ ഓക്കെ, എന്നാൽ നീ മടക്കിക്കാം. മറ്റേ നമ്മൾ വ്ളോഗർ ഫോണും എടുത്ത് പോയിട്ടുണ്ടോ, ഒന്ന് പോയി നോക്കട്ടെ. കാണിച്ചു തരാം കേട്ടോ. അവിടെ ഫുൾ വ്ളോഗ് ചെയ്യായിരിക്കും. ഇതാ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഥ പറയുകയാണ്. വ്ളോഗൊക്കെ ചെയ്തിരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങളുടെ പച്ചക്കറികളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ചെറുതായിട്ടൊരു മഴ വരുന്ന പോലെ. നല്ല ക്ലൈമറ്റാ, നല്ല കാറ്റൊക്കെ ഉണ്ട് പുറത്ത്. നല്ല മഴ പെയ്യുന്നില്ലേ പാപ്പുജ്? നല്ല ആ കുട്ടീന്റെ ചേർപ്പൊക്കെ നനയുന്നുണ്ട്. അതെ. അപ്പം ആമി ഇവിടെ കുറേ തുണികളൊക്കെ മടക്കി വെച്ചു കേട്ടോ. അപ്പം ആമീൻ്റെ പഠിത്തമൊക്കെ ഏകദേശം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 4th ചാപ്റ്റർ ആയില്ലേ ആമി? അപ്പം ആമിന്റെ ക്രയോണ് വാങ്ങി അമ്മ ജയിക്കാൻ പോവാണ്. അതെ, ഇടിയൊക്കെ ഉണ്ട് അല്ലേ ഇന്ന്. ഇടി മഴയൊക്കെ ഉണ്ട്. ബാൽക്കണിയിൽ പോയാൽ നല്ല മഴ കാണാൻ പറ്റും. അപ്പൊ എല്ലാരും ഒരു ബ്രേക്ക് ആയിട്ട് വന്ന് നിൽക്കാം കേട്ടോ. നാസിന്റെ ബ്രേക്ക്. ആമി പഠിച്ച് ക്ഷീണിച്ചിട്ട്, പാപ്പു കളിച്ച് ക്ഷീണിച്ചിട്ട് അല്ലേ? ഇല്ല, ആർക്കും എക്സാം ഞങ്ങള് എന്താ ഞങ്ങള് പറഞ്ഞേ അതവർക്ക് പറയണ്ട. ഓക്കെ, ഞങ്ങൾക്ക് നല്ല മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചെറിയ ഒരു രഹസ്യം പറയാം. ഇത് ഇവിടെ നമ്മളുടെ ബാൽക്കണിയിലുണ്ടല്ലോ ഒരു ഇങ്ങനെ, ഇതിനെന്താ പറയാ, ക്രീപ്പർ എന്നാണ് തോന്നുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ വളർന്ന് പന്തലിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ആശാന് നല്ല പൂക്കൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഞങ്ങളൊരു വഴി കാണിച്ചു കൊടുത്തിട്ടില്ല, പക്ഷെ അതൊരു താനേ ഒരു വഴി ഇട്ട് പോകുന്നുണ്ട് കേട്ടോ. അല്ല, ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ അബ്ബ ഒരു കറക്റ്റ് ആയിട്ടില്ല. അപ്പം ഇല്ല, എല്ലാരും ഭയങ്കര ക്ഷീണത്തിൽ ഫുള്ള് കണ്ടന്റ്. അപ്പൊ ആമി മഴ ഉള്ളണ്ടാവാ. പിന്നെ ഏതായാലും ചെടി നനയ്ക്കണ്ട, അത് രക്ഷപ്പെട്ടു. പക്ഷെ വലിയ മഴയൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു മഴയേ ഉള്ളൂ. ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട്. മഴയില് കാണൂല. നീ ഒഴിവാക്കിയിട്ടുള്ള ഡ്രസ്സുകളാണ്. ഇതും ഒഴിവാക്കിയതാണോ? ഓക്കെ, നല്ല ഉടുപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇതില്. അത് നമുക്ക് പാപ്പുക്ക് വേണ്ടി നമ്മൾ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഇപ്പം ആമീൻ്റെ ലോക്കറില്ല ഇതിവിടെ വരയ്ക്കാനുള്ള എന്തൊക്കെയോ സാധനങ്ങളാട്ടോ. അത് ഫ്രെയിം, അത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ സമ്മർ വെക്കേഷൻ വരുമ്പോൾ യൂസ് ചെയ്യാനുള്ള കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ ഇങ്ങനെ പഴയ ഡ്രസ്സുകളൊക്കെ മടക്കിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. അല്ല അത് മുഴുവൻ കാണിച്ചു തന്നിട്ട്. പിന്നെ ഇവിടെ അല്ലാത്ത ഡ്രസ്സ്, ജീന്, പിന്നെ ഇവിടെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഡ്രസ്സ് ഉണ്ട്, കുറച്ച് ഉടുപ്പൊക്കെ ഉണ്ട്. അതൊന്നും പിന്നെ അവളിങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ ഒരു സ്വീറ്റ് ചർച്ച് പറയുന്ന ഒരു ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് മൈ ഓൺ ക്രിയേഷൻ ഓഫ് എന്താണ് കളറിങ് ബുക്ക് കാണും. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്നാൽ ഞാനും എൻ്റെ ഒരു ക്രിയേഷനായിട്ട് ചെയ്യാം. ഞാൻ പകുതി ചെയ്ത് വെച്ചുള്ളൂ, സമ്മറിൽ ചെയ്യണം. പേന കൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ചെയ്താൽ മതി. പിന്നെ ഇങ്ങനെ വരയ്ക്കാനായിട്ട്. ഓക്കെ. പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിലാണ്, ബാക്കി ഇനി വരയ്ക്കാണ്ട്. അപ്പൊ ഇതും ആമീന്റെ ഒരു പരിപാടിയാണ്. അപ്പൊ ഇന്നത്തെ പഠിത്തമൊക്കെ ഏകദേശം ഇപ്പൊ കുറച്ച് നേരത്തേക്ക് നിർത്തിന്നല്ല, കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പം ഞാൻ താഴെ നോമ്പ് തുറക്കണ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. ദാമി എന്തൊക്കെയോ വരച്ചിട്ട് ഇപ്പൊ എടുത്ത് ഒട്ടിച്ച് വെച്ചാട്ടോ. ഈ വോളിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു ഇതായിട്ടുണ്ട്, ഡാമേജ് ഉണ്ടായിരുന്നു. അവിടെ പിരിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ പാടും. വെരി ഗുഡ്. അപ്പൊ ഓക്കെ. അപ്പൊ നിങ്ങളെ പരിപാടി നടക്കട്ടെ. ഇനി ഞാൻ പോയിട്ട് ഫുഡ് ശരിയാക്കട്ടെ. അപ്പൊ നീ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചോ കേട്ടോ. പാപ്പന് വേണ്ടിട്ടാ സ്നാക്സ് ഉണ്ടാക്കണം. എന്ത് സ്നാക്സാ? ഫ്രഞ്ച് ടോസ്റ്റ് പോലെ, മധുര പോലെ എഗ്ഗും പാലൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കി തരാം. ഓക്കെ. ആമീനെ എക്സാം കഴിഞ്ഞിട്ട് കൂട്ടാൻ വേണ്ടി വന്നല്ലേ? കുട്ടികളാണ്. അവിടെ ഉള്ളിലുണ്ടാവും തോന്നുന്നു. ആരെ ഓക്കെ എന്താ കഴിച്ചു? എന്താ ഇത്? പുളിയും കയ്പൊക്കെ ഉള്ള സാധനമാണ്. അതാരാ തന്നേ പാപ്പുന്? ആമീന്റെ ഫ്രണ്ടോ? പാപ്പുന് വേണ്ടി തന്നെ. ടേസ്റ്റ് ഉണ്ടോ? കടിച്ചു നോക്ക്. ഒച്ചയൊക്കെ ഉണ്ടല്ലോ. കുരു ഉണ്ടാവും പൊട്ടാ. കുരു കഴിക്കണ്ട, മുകളിലുള്ള പൾപ്പ് മാത്രം കഴിക്കട്ടെ. പൈസ കിട്ടെ. കുരു കഴിക്കല്ലോ. വാങ്ങാൻ പോവാ. ഓക്കെ, വാങ്ങിച്ചേരാ. പാപ്പുന് ഹെയർ ആക്സസറീസ് വേണം പോലും. 2 ദിവസമായി ഇതിന് പുറകെ അബ്ബന്റെ ബാക്കിൽ നടക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെ ഹെയർ ആക്സസറീസ് ആണ് വാങ്ങിച്ചതെന്ന് കാണിച്ചുതരാം. ഒരുപാട് സാധനം വാങ്ങിച്ചല്ലോ. ഞാൻ ഓരോന്നോരോന്നായി കാണിക്കാം. ഇത് നമ്മളുടെ പെരുന്നാളിന് ഹെന്ന. ഇത് ഒരു ലൈറ്റ് സ്കിൻ കളർ പോലത്തെ ഒരു നെയിൽ പോളിഷ്. മൈലാഞ്ചിയാണ് സാധാരണ എല്ലാവരും ഇടുക. അതെ, പക്ഷെ ഇത് ഭയങ്കര ഭംഗിയില്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റേ ഈ ആമസോണിലൊക്കെ കാണുന്ന അങ്ങനത്തെ ഒരു അതാണ്.
പിന്നെയുള്ള ഒരു ബ്ലാക്ക് ബണ്ണ്, നോർമൽ ആവശ്യമുള്ളത്. ഇതൊരു ബ്ലൂ ബണ്ണ്. ബണ്ണ് ഇത് അതിൻ്റെ പെർപ്പിൾ കേട്ടോ. പർപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? ഹെയർ ആക്സസറീസ് ഇതുണ്ട്, ഒരു കുഞ്ഞു കുഞ്ഞു ബണ്ണ്. ഇത് ഞാൻ ഉമ്മ കാണാതെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു ബില്ല് ചെയ്തത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. യെസ്, അതിൻ്റെ എന്താ കൂടെ വാങ്ങിച്ചിട്ടുള്ളത്? അടിപൊളിയാണല്ലോ. അത് ഓൾറെഡി അവളുടെ കയ്യിലുള്ളതാണ് സ്പൈഡർമാൻ. സ്പൈഡർമാൻ. ഇതെങ്ങനെ വർക്ക് ചെയ്യാ പാപ്പു? ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ടേക്ക് കാണിച്ചേ, വേറെ സ്ഥലത്തേക്ക് എന്നാലേ കണ്ടു. ഇത് ഓണാക്കണേ. ഓണാക്കി കഴിയുമ്പോ നിക്ക് പാപ്പു, ഒന്ന് വിട്. ഇതുണ്ടോ പിക്ചർ വരും ഇങ്ങനെ അല്ലേ? കൈ മാറ്റ്. ഓ അടിപൊളി. ഇഷ്ടപ്പെട്ടോ പാപ്പുന്? മര്യാദ നടന്നോ?